നമ്മളെല്ലാവരും പാരൻസാണ്. നമ്മളൊരു നല്ല പാരൻ്റ് ആണോ എന്നെങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും? ഇത് നമ്മളെ കുട്ടിയാണെന്ന് വിചാരിക്കുക. ഈ കുട്ടിക്ക് അനുസരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല പാരൻ്റാണ്. അനുസരണ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പാരൻറ്റിങ്ങിന് കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ അനുസരണ ഇല്ലാത്ത കുട്ടീനെ അനുസരണ പഠിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മളെ പാരൻറ്റിങ്ങിൽ എന്താ വീഴ്ച, എന്ത് വീഴ്ചയാണ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ചോദ്യം ഉണ്ടാവും, എങ്ങനെ നമ്മൾ അനുസരണയില്ല, ഓക്കെ, നമ്മൾ തിരിച്ചറിഞ്ഞു കുട്ടിക്ക് അനുസരണ കുറവാണ്, വാശിയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാരൻറ്റിങ്ങിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കാൻ വേറൊരു ഐഡിയ ഉണ്ട്. ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇതിനുള്ള മെയിൻ കാരണം കുട്ടിക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മളോടുള്ള വിശ്വാസം, അത് തീരെയില്ല. അതുകൊണ്ടാണ് കുട്ടി നമ്മൾ പറഞ്ഞത് അനുസരിക്കാത്തത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പാരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കളവ് ഒരു തുള്ളി പോലും പറയരുത്. അത് തമാശക്കായാലും കാര്യമായാലും ഏത് രീതിയായാലും കളവ് പറയുന്നത് വളരെ അപകടമാണ് പാരൻറ്റിങ്ങിൻ്റെ കേസിൽ. കാരണം ജനിച്ച് വീണ കുട്ടിക്ക് നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ആക്ഷനാണ് അവരുടെ റിയാലിറ്റി. അവരങ്ങനെ അത് ഇംപ്രിൻ്റ് ചെയ്ത് വെക്കും, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുക്കും. അപ്പോൾ നമ്മളൊരു കളവ് പറഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് അത് പിന്നെ കളവാണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ ട്രസ്റ്റ് ബ്രേക്ക് ആവുകയാണ്. അപ്പോൾ ഇതിനുള്ള കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു കത്തിയുണ്ട് കേട്ടോ. ഇത് കത്തിയാണ്. ഇനി ഒരു ടേബിളിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു മൊബൈൽ ഫോണുണ്ട്. ഇത് മൊബൈൽ ഫോണാണ്. ഇനി ഒരു പ്രതലത്തിൽ ഇവിടെ ഇതൊരു കല്ലാണ് കേട്ടോ. ഇത് കല്ലാണ്. ഇനി ഇവിടെ ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ 2 സർക്കിളാണുള്ളത്. രണ്ട് സർക്കിളാണുള്ളത്. ഇതിലേക്ക് ഞാൻ വരാം. അപ്പോൾ കുട്ടി എന്താ ചെയ്യണേ? ഇവിടെ ഒരു കത്തി കുട്ടി കണ്ടു. കുട്ടിയുടെ കത്തി കണ്ടു. ഇവിടെ പാരൻ്റുണ്ട്. ഇത് പാരൻ്റാണ്. അപ്പോൾ കുട്ടി കത്തി കണ്ടപ്പോൾ കുട്ടി കത്തി എടുക്കാൻ പോയി, കൈകൊണ്ട് കത്തി എടുക്കാൻ പോയി. അപ്പോൾ പാരൻ്റ്, ഇവിടെ നമ്മൾ ചെയ്യുന്ന പാരൻറ്റിങ് അബ്സല്യൂട്ട്ലി അടിപൊളി പാരൻറ്റിങ്ങാണ്. അതായത് നമുക്കറിയാം, കുട്ടി കത്തി എടുത്താൽ കത്തി കൈമ തട്ടിയിട്ട് കൈമ മുറിയാവും. അപ്പോൾ എന്തായാലും ഈ പാരൻ്റ് എന്ത് ചെയ്യും? അതിനെ സമ്മതിക്കില്ല. പല രീതിയിൽ അവിടെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പാരൻ്റ് നോക്കും. കത്തി എടുത്തിട്ട് മേലെ വെക്കും, കത്തി എടുത്തിട്ട് കിട്ടാത്തടത്ത് വെക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ പാരൻ്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി കറക്റ്റ് പാരൻറ്റിങ് ആണ്. കുട്ടിക്ക് മനസ്സിലാവും കത്തിയെടുക്കാൻ പാടില്ല, മുറിയാവും. ഉമ്മ കത്തിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് എടുക്കാനുള്ള സാഹചര്യങ്ങളും അത് ഒഴിവാക്കി വെച്ചു. സാഹചര്യങ്ങളും ഇല്ലാതാക്കി. ഇത് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് വെച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും അതിനുള്ള സാഹചര്യം ഒഴിവാക്കി. അപ്പോൾ കുട്ടിക്ക് കറക്റ്റ് ബിലീഫ് സിസ്റ്റം മനസ്സിലായി, കുട്ടിക്ക് ട്രസ്റ്റ് ബിൽഡായി. ഇനി രണ്ടാമത്തെ കേസ്, ഇവിടെയാണ് ഭൂരിഭാഗം പാരൻസിനും പിഴവ് പറ്റുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് കേട്ടോ. കുട്ടി ഫോണിന് വേണ്ടി കരയാണ്. ഫസ്റ്റ് ടൈം ഫോണിന് വേണ്ടിയിട്ട് കരയുമ്പോൾ പാരൻ്റ് പറയും, ഫോൺ തരാൻ പറ്റൂല എന്ന്. ഏതായാലും മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റുള്ള മൊബൈൽ ഫോൺ കൊടുക്കുന്നത് നല്ല ശീലമല്ലല്ലോ. ആ പാരൻ്റ് പറയും മൊബൈൽ ഫോൺ തരാൻ പറ്റില്ല, അത് അങ്ങനെ കുട്ടികളെ കാണാൻ പാടില്ല എന്ന് പറയും. കുട്ടി കരയുമ്പോൾ പിന്നെയും കൊടുക്കില്ല. അങ്ങനെ വാശി പിടിച്ച് അവസാനം കുട്ടി വിജയിക്കും വാശിയിൽ. അധികം കരയൊന്നുമില്ല, കുറച്ച് നേരം കരയുമ്പോഴേക്കും കരയുന്നത് കേട്ടിട്ട് ഈ പാരൻ്റ് ഈ മൊബൈൽ എടുത്തിട്ട് ഈ കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ പാരൻ്റ് കാണിച്ച വിവേകം ഇവിടെ കാണിച്ചില്ല. മൊബൈൽ, ഇൻ്റർനെറ്റുള്ള ഫോണ് കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നുള്ള അറിവ് ഈ പാരൻറ്റിന് വേണം. കാരണം മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഈ കത്തിനേക്കാളും അപകടമാണ്. ഇൻ്റർനെറ്റുള്ളത്, ഇപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബ് ഷോർട്സും കാര്യങ്ങളെല്ലാം ഉള്ള അത് ആക്സസ് ഉള്ള മൊബൈൽ കുട്ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ മനസ്സ് വളരെയധികം റിയാലിറ്റിയിൽ നിന്ന് മാറിപ്പോവും. അതുപോലെ അതിൽ അഡിക്റ്റഡ് ആവും. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും പ്രായമാവാതെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ ഫോണ്. അപ്പോൾ ഇവിടെ ഈ പാരൻ്റ് ആദ്യം തരില്ല എന്ന് പറഞ്ഞു, പിന്നെ കൊടുത്തു.
പിന്നെ കൊടുത്തു. അപ്പോൾ കുട്ടീൻ്റെ മനസ്സിൽ ഓക്കെ ആദ്യം തരൂല എന്ന് പറഞ്ഞു, പിന്നെ തന്നു. ഓക്കെ അപ്പോൾ അത്ര അങ്ങോട്ട് തരാൻ പാടില്ലാത്ത സംഭവം ഒന്നല്ല ഇത് എന്നാണ് കുട്ടീൻ്റെ മനസ്സിൽ പ്രോഗ്രാമായി നിൽക്കുക. അപ്പോൾ എവറി ടൈം പിന്നത്തെ പ്രാവശ്യം ഓക്കെ ഈ പാരൻ്റ് വിചാരിക്കുന്ന ഓക്കെ ഇപ്പോൾ കൊടുക്കാം, ഇനി മുതൽ കൊടുക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷേ കുട്ടീൻ്റെ മനസ്സിലൊക്കെ ഇപ്പോൾ കിട്ടി, ഇനിയും അത്ര കണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമല്ല, കത്തി പോലെ ഒന്നുമല്ല, അത്ര കണ്ട് ഡേഞ്ചർ അല്ല ഈ മൊബൈൽ ഫോൺ മനസ്സിലാക്കിയിട്ട് കുട്ടീൻ്റെ വാശി കുറച്ചും കൂടി കൂടും. അടുത്ത പ്രാവശ്യം കൂടുമ്പോഴും ഈ കുട്ടി ജയിച്ചാൽ പിന്നെ വാശി ബിൽഡ് ആവുകയാണ് അവിടെ ചെയ്യുക. അപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു, അപ്പോൾ അവിടെ ട്രസ്റ്റ് ബ്രേക്കായി. ഓക്കെ, കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കരുത്. അപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് മുന്നേ ഈ പാരൻ്റ് ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, കുറച്ച് നേരം ഇരുന്ന് ചിന്തിക്കണം. ഓക്കെ, ഇത് കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു, കൊടുക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണോ, എന്തായാലും കൊടുക്കാൻ പാടില്ലാത്ത സംഭവമാണോ ഇത്, അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കില്ല, എന്തായാലും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റിയ സാധനമാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കൊടുക്കില്ല എന്ന് പറയാതെ നേരത്തെ തന്നെ ഉണ്ട് ചോദിച്ച ഉടനെ കൊടുക്കുക. അതാണ് പാരൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ട്രസ്റ്റ് ബിൽഡാവും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്, ഓക്കെ കുഴപ്പമില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഓക്കെ രണ്ടുണ്ട്, ഇത് അത്ര ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമൊന്നുമല്ല, വാപ്പയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കളവ് പറഞ്ഞ കൂട്ടത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു വൻ വീഴ്ച ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ കുട്ടി എന്ത് ചെയ്യും, ഇത് ഒരു കുട്ടീൻ്റെ ബിലീഫ് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്, ഒരു രീതിയാണ്. ഈ കുട്ടി ഇവിടെ വന്നിട്ട് ഈ കല്ലുമ്മ തട്ടി വീണു, കുട്ടി വീണാകെ പരിപ്പായി കരഞ്ഞു വന്നു. അപ്പോൾ ഈ കുട്ടി പാരൻറ്റിനോട് പറഞ്ഞു കരഞ്ഞു വന്ന് പറഞ്ഞു എൻ്റെ ഇവിടെ തട്ടി മുറിയായി. അപ്പോൾ കുട്ടി ഈ പാരൻ്റ് എന്ത് ചെയ്യും, എല്ലാവരും കേട്ടതായിരിക്കും, എന്നാലും ഈ പാരൻ്റ് ചെയ്യും ഈ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഈ എവിടെയാണ് ഏത് പ്രതലത്തിലാണോ വീണത് ആ പ്രതലത്തിനെ ഷൗട്ട് ചെയ്യും, പ്രതലത്തിനെ പോയി അടിക്കും, ഒരടി അടിക്കും. അപ്പോൾ താൻ കാരണം, കുട്ടി നോക്കാതെ നടന്ന കാരണം തട്ടി വീണതിന് കുട്ടി ഒരു പാഠം പഠിച്ചിട്ട് ആ മിസ്റ്റേക്ക് കുട്ടി സ്വയം തിരുത്തുന്നതിനെ സഹായിക്കാതെ തൻ്റെ കാരണമല്ല ആ പ്രതലത്തിൻ്റെ കാരണമാണ് ഈ വീണത് എന്ന് പറഞ്ഞ് താൻ തെറ്റ് ചെയ്താലും പ്രതലത്തിനെ ശകാരിക്കുന്ന, മറ്റുള്ളവരെ ശകാരിക്കുന്ന ഒരു പുതിയ ബിലീഫ് സിസ്റ്റവും ശീലവും കുട്ടിയെ പഠിപ്പിക്കുന്ന പാരൻ്റാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാരൻറ്റിങ് വീഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിലീഫ് സിസ്റ്റം കറക്റ്റാക്കണം. ഈ പ്രതലത്തിനെ പോയി ചവിട്ടുന്നതിന് പകരം കുട്ടിക്ക് വേദനയായ ഭാഗത്ത് പോയിട്ട് ഒഴിഞ്ഞു കൊടുത്താൽ, എന്നിട്ട് പറയാം നോക്കി നടക്കാൻ വേണ്ടി പറഞ്ഞാൽ വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് ആയി അവിടെ. പിന്നെ ഈ കേസ് എന്ന് പറയുന്നത് ഇത് കോമൺ ആണ് കേട്ടോ. ഈ സിറ്റുവേഷനിലാണ് പാരൻറ്റിന് കൺട്രോൾ പോകുമെന്ന് വെച്ചാൽ വടിയൊക്കെ എടുത്ത് അടിക്കുന്ന സീനാണ് കേട്ടത്. അപ്പോൾ ഇവിടെ 2 കുട്ടികൾ തല്ലുകൂടുകയാണ്, ഭയങ്കര ഫൈറ്റ്. അപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ അധികം പാരൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അൺകൺട്രോൾ സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഒരു വടി എടുത്തിട്ട് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ അടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ദേഷ്യം കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് നമ്മൾ തല്ലുകൂടുന്ന സിറ്റുവേഷൻ മാത്രമല്ല, വടിയെടുത്ത് നമ്മൾ അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, കുട്ടികളെ അടിക്കുന്ന സിറ്റുവേഷൻ, അതാണ് ഈ സിറ്റുവേഷൻ. അതേതും ആവാം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് സിറ്റുവേഷനും ആവാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടി ഏത് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നത്, ആ ആക്ടിവിറ്റി ഫിസിക്കലായിട്ട് നമ്മൾ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇയാൾ പാരൻ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വരാം, എന്നിട്ട് പറയാം തല്ലുകൂടാൻ പാടില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് രണ്ടാളെയും ഫോഴ്സ്ഫുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പോൾ അങ്ങോട്ട് മാറ്റുമ്പോൾ പിന്നെയും അട്രാക്റ്റ് ചെയ്യും, കുട്ടികളെ പിന്നെയും തല്ലിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ പിന്നെയും കൈ എടുത്തിട്ട് ഇടയിൽ ഇടപെട്ടിട്ട് അങ്ങോട്ട് മാറ്റുക, അവരോട് പറയാം തല്ലിടാൻ പാടില്ല എന്ന് പറയാം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പറയുമ്പോൾ പിന്നെ കുട്ടികൾ തോൽക്കണം. ഓക്കെ തല്ലിടാൻ പാടില്ല എന്ന് പറഞ്ഞു, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ പാരൻ്റ് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. തല്ലിടാൻ പറഞ്ഞിട്ട് വെറുതെ തല്ലിടാൻ വിടില്ല,
പറഞ്ഞിട്ട് തോറ്റ് പോവല്ലേ പാരൻറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് തല്ലിടാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. പിന്നെ തല്ലിടാൻ നേരത്ത് പിന്നെ പിടിച്ച് മാറ്റി. പിന്നെ അവൻ 3-4 പ്രാവശ്യം പിടിച്ച് മാറ്റുമ്പോൾ ഓൾറെഡി ഓക്കെ ഇത് പാടില്ലാത്തതാണ് കേട്ടോ, ഇത് ഒരിക്കലും പാടില്ല. എൻ്റെ അമ്മ അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ച് മാറ്റുന്നതല്ല, അപ്പോൾ പാടില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഒരു ബിലീഫ് സിസ്റ്റം, ഒരു നല്ല ബിലീഫ് സിസ്റ്റം ഇവിടെ രണ്ടിടത്തും ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ ഇവിടെ അടിപിടി ഉണ്ടാവില്ല, നമുക്ക് അടിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അടിക്കേണ്ട സിറ്റുവേഷൻസ് എല്ലാം ഏത് സിറ്റുവേഷൻസ് ആണോ ഈ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പാടില്ല എന്ന് പറയാം, അതിനുള്ള ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മുഴുവനായിട്ട് ഒഴിവാക്കുക. ഈ കേസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ കത്തിയെടുത്ത് മുകളിൽ വെക്കുക, കത്തി പിടിച്ചു വാങ്ങുക, എന്തൊക്കെ ചെയ്യൂല നമ്മൾ, വേണ്ടതൊക്കെ ചെയ്യും. കാരണം അത്രയും ഡേഞ്ചറസ് ആണ്. അതുപോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഒരു ഐഡിയൽ പാരൻറ്റിങ് ടിപ്പായിട്ട് മനസ്സിലായ കാര്യങ്ങൾ. ഇപ്പോൾ ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാകും. അവിടെയൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം.